ചുണ്ട് കറങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മളെ വെള്ളത്തിൻ്റെ അടിയിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭീമാകാരനായിട്ട് തോന്നും. പുറത്തൊന്നും നോക്കിയാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ, ഭയങ്കര സൈസാണ്. ഗൈസ്, ഞങ്ങൾ ഈ വീഡിയോ 2-3 തവണ ഈ പിള്ളേരെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടു കാണും. ഹലോ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇറ്റ്സ് എദ്രിജെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സൂവിലാണ്. നമ്മുടെ സൂ എന്ന് പറയുമ്പോൾ നമ്മൾ സൂവിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൺഡേ ലീവാണ്. മൺഡേ കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസവും നിങ്ങൾക്ക് ഇവിടെ വരാം. 5 മണി വരെ ഇവിടെ പ്രവർത്തന സമയമാണ്. പിന്നെ നമുക്ക് അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ദൂരം മൃഗങ്ങളെ കാണാനും ഒക്കെ നടക്കാനുണ്ട്. അപ്പം നടക്കാൻ മടിയുള്ളവർക്ക് ഇവിടെ ഇരുന്ന് തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒത്തിരി പ്ലേസ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ കനകക്കുന്ന് കൊട്ടാരം, അതാണ് ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ. കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, സാധിക്കുമെങ്കിൽ കയറും. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയുന്നില്ല, ബാക്കി നടപടികളിലേക്ക് പോകാൻ വരും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഞങ്ങൾ എൻട്രിയിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇത് സൂവിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് കേട്ടോ. ഇവിടെ വേറെ അഡീഷണൽ മ്യൂസിയംസ് ഒക്കെ ഉണ്ട്. അതിന് ഓരോന്നിനും ഓരോ ഇടത്ത് പോയി. അതുപോലെ കനകക്കുന്ന് കൊട്ടാരം, അതിനും സ്പെഷ്യലായിട്ട് വേറെ ഫീസുണ്ട്. അത് അവിടെ നിന്ന് എടുത്തിട്ട് വേണം അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് സൂവിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാൻ വരും. നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ പ്രിക്കോഷൻസ്. ഹാൻഡ് വാഷ് ചെയ്ത് നമ്മുടെ ടെമ്പറേച്ചറെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കടത്തി വിടുന്നത്. അതുപോലെ ടിക്കറ്റ് കൗണ്ടറിലും ഒരാൾ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പോകാവൂ. അങ്ങനെ നല്ല നല്ല രീതിയിലുള്ള പ്രിക്കോഷൻസ് ഇവർ COVID-19 ആയതുകൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇപ്പോൾ ഈ കാല് വയ്യാത്തവരൊക്കെ കാണത്തില്ലേ, അപ്പോൾ അവർക്കും സൂ മൊത്തം കാണാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ വെഹിക്കിള്. പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് അമർത്തിയേക്കും. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എടുത്തത് കാണാവുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്തായാലും കാഴ്ചകളിലേക്ക് പോകാൻ വരും. ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്തോട്ട് വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ബോർഡ് കാണാമല്ലോ, സിംഹവാലം കുരങ്ങ്, അതിൻ്റെ ഇതാണ്. ബട്ട് നമുക്കിപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇതൊരു വലിയ മരത്തിൻ്റെ അങ്ങ് ടോപ്പിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ മാക്സിമം ഞങ്ങൾ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചിലപ്പം ബ്ലഡറായി കാണണം, ബട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇവിടെ കാട്ടുപോത്തിൻ്റെ പരിപാലനമാണ്. ഈ ഭാഗത്ത് കാട്ടുപോത്തിൻ്റെ സെക്ഷനാണ്. അവരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ എന്ത് ക്ലീനായിട്ടാണ് പരിസരം എല്ലാം ഇട്ടിരിക്കുന്നത്. നല്ല ക്ലീനാണ്. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കാണാനില്ല. നമ്മൾ കയറുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം പരിശോധിച്ചിട്ടാണ് അവരകത്തേക്ക് വിടുന്നത്. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇവരുടെ ആവാസ വ്യവസ്ഥയ്ക്കൊത്ത വിധം ഇവിടുത്തെ പരിപാലനം അങ്ങനെയാണ്. ഒരു കാടിൻ്റെ പ്രതീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രിവാൻഡ്രം സൂ കാണാത്ത സുഹൃത്തുക്കളില്ല എന്നറിയാം, എങ്കിലും മോർ ഇൻഫർമേഷനാണ്. വന്ന് കാണാത്ത സുഹൃത്തുക്കളുണ്ട്, വന്ന് കാണാം. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം, കോവിഡിൻ്റെ 7 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് റീഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പഴയതുപോലെയായി. ബട്ട് പ്രിക്കോഷൻസ് ഉണ്ട്. സാധിക്കുന്ന എല്ലാ വ്യൂവേഴ്സും വന്ന് കാണുക. പിന്നെ ഇതാ കാട്ടുപോത്തിൻ്റെ പരിബന്ധനം എന്ന് പറഞ്ഞിട്ട് ഇത് 2018 ഇനാഗുറേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ തിരക്കുണ്ട് കേട്ടോ. തിരക്കൊക്കെ ഇപ്പോൾ തിരക്കുണ്ട്. നമുക്കത് അവിടെ പോകാം. ഇവിടെ കരിങ്കുരങ്ങാണ് കേട്ടോ. ഇവിടെ കയറുന്നൊന്ന് നോക്കാം. ഒന്നും കാണാനില്ലല്ലോ. സെയിം ആണോ കാണാൻ?
ഒരുപോലെ ഇല്ലേ? ഇതുപോലെ ഇവിടെ ഇതിൻ്റെ കുറച്ച് ശില്പങ്ങളും ഇതുപോലെ. ഞാൻ മുമ്പ് വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇതൊക്കെ ഇടയ്ക്ക് വന്നതാണ്. ബട്ട് കൊള്ളാം, അടിപൊളിയാണ്. ബട്ട് കുരങ്ങന്മാരെയൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അവരൊന്നും ആ ടോപ്പിലും പിന്നെ ഇച്ചിരി ദൂരെയൊക്കെയാണ് ഇരിക്കുന്നത്, അതാണ് കാണാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ ഇപ്പോൾ തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നത് ഒരു ഈവനിങ് ടൈമിലാണ്, അല്ലെങ്കിൽ ഇത് ഒത്തിരി ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഭയങ്കര വെയിലായിരിക്കും, നമുക്ക് ഒരുപാടൊന്നും നടക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. സോ 5 മണിക്കാണ് ഇറങ്ങേണ്ടത്. എങ്കിലും ഞങ്ങളിപ്പോൾ 4 മണിയായി കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. അത് ഇവിടെ ഒന്ന് നല്ല ഈ ഒരു കാറ്റിലൊക്കെ ഈ ഒരു സമാധാനത്തോടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. വെയിലാണെങ്കിൽ തളർന്നു പോകും കേട്ടോ. പിന്നെ ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലൊക്കെ കിട്ടും, റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഈ കാട്ടിൻ്റെ ഇടയിൽ ടാറിട്ടിട്ട് അതിലൂടെ നടക്കുന്നൊരു പ്രതീതി നമുക്കിവിടെ ഉണ്ട്. ഇവിടെ എന്താ, ഇവിടെയും ഏതോ ഒരു കുരങ്ങച്ചനാണ്, കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാം. നമുക്ക് വീഡിയോ എടുക്കുന്നതാണല്ലോ മെയിൻ. അപ്പം നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നവരുടെ അടുത്തേക്ക് വരും. ഞാൻ വിചാരിച്ചു ഇവിടെ ഞങ്ങൾ വന്ന ഈവനിങ് ടൈമാണ്, അപ്പം ഇതിനകത്തേക്ക് വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇനി തിരക്ക് കാണത്തില്ല എന്ന് വിചാരിച്ചു. ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചിന്തിച്ച രീതിയിലാണ് ഇവിടെ വരുന്ന പല വിസിറ്റേഴ്സും വിചാരിച്ചിരിക്കുന്നത്. ഈ വെയിലില്ലാത്തൊരു ടൈം. അപ്പോൾ ഇപ്പോഴാണ് ആക്ച്വലി തിരക്ക് കൂടുന്നത്. ഇപ്പോഴും എൻട്രിയിലെന്ന ആളുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളമയിൽ നമ്മൾ കിളികളുടെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. സൺ കൊണൂർ. എൻ്റെ വീട്ടിൽ ഇതിൻ്റെ 2 എണ്ണം ഉണ്ട് കണ്ടോ ഗൈസ്. എൻ്റെ അച്ഛൻ വാങ്ങിയിട്ടിരിക്കുന്നത്. അച്ഛന് കിളിയോട് ഭയങ്കര പ്രേമമാണ്. ഇതിൻ്റെ ഒരു പെയർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. നമുക്ക് ബാക്കി ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഇതെന്താണോ സാധനം? നിങ്ങളിപ്പോൾ കാണുന്നത് ആമസോൺ വിഭാഗത്തിൽപ്പെട്ട ഒരുതരം പാരറ്റാണ്. ഇതും പാരറ്റ് വിഭാഗത്തിൽപ്പെട്ടൊരിതാണ്. നല്ല ഭംഗിയാണ് ഇവയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സാധിക്കുന്ന എല്ലാ വ്യൂവേഴ്സും വരിക കേട്ടോ. ഓപ്പണായി ഒരു തവണ 2 തവണയെങ്കിലും വീണ്ടും തന്നെ കാണുക. അടിപൊളിയാണ്. ഓരോ തവണ വരുമ്പോഴും നല്ല നല്ല മാറ്റങ്ങളാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ചുവരിൽ വരച്ച് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ, നമ്മൾ ഈ കിളിയുടെ ഈ ഒരു ബേർഡ്സിൻ്റെ സെക്ഷനിലായിട്ട് വരുമ്പോൾ നമുക്ക് അട്രാക്റ്റീവ് ആകുന്നതാണ് ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ. നല്ല അടിപൊളിയായിട്ടുള്ള ചുവർ ചിത്രങ്ങളാണ്. ഗൈസ്, ഇത് മെക്കോബ വിഭാഗത്തിൽപ്പെട്ട ഒരുതരം പാരറ്റാണ്. ഇതിൻ്റെ റെഡ് കളറിൽ ഇതിൻ്റെ ചിറകുള്ള മറ്റൊരു ഇതുണ്ട്. ഇതിൻ്റെ റെഡ് കളറിൽ അത് അപ്പുറത്താണ്. ബട്ട് നല്ല ടോപ്പിലാണ് ഇരുന്നത്, എടുക്കാൻ പറ്റിയില്ല, കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. സോ അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഇതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ഇത് അങ്ങനെ വരുമ്പോഴേ ഇത് സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഏകദേശം എൻട്രി കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ സൗണ്ട് കേൾക്കാമായിരുന്നു. നല്ല ഭയങ്കര സൗണ്ടാണ്. പക്ഷെ ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് സൗണ്ട് ഉണ്ടാക്കുന്നില്ല, അല്ലേ കേൾപ്പിച്ച് വരായിരുന്നു. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. നല്ല, നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പം നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ വാല് വന്നിട്ട് റെഡ് കളറാണ്, ദേഹം മൊത്തം ഗ്രേ കളറും, വാലിൻ്റെ ഭാഗം വന്നിട്ട് റെഡ് കളറാണ്. പിന്നെ ഇവരുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ണിന് ഭയങ്കര നല്ല പ്രത്യേകതയുള്ള കണ്ണാണ് ഇവരുടേത്. ഫ്രണ്ട്സ്, ഇവിടെയും ഇരിക്കുന്നത് ഒരു മെക്കോവയാണ്. മെക്കോവയുടെ വേറൊരു വിഭാഗമാണ്. പക്ഷെ നമ്മളിതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെന്തൊക്കെയാണ് ഇതിന് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതെന്ന് കാണാൻ പറ്റും. ഗ്രേപ്സ് ഉണ്ട്, അതുപോലെ പേരക്കയുടെ പീസ് കാണാൻ പറ്റും, ആപ്പിളിൻ്റെ പീസ് കിടപ്പുണ്ട്. ഇതെല്ലാം പഴം, ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് ഇവിടെ.
ഫ്രണ്ട്സ് ഇവിടെ ഉള്ളതെല്ലാം ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ബേർഡ്സാണ്. പിന്നെ കോക്ടെയിൽ വിഭാഗത്തിൽപ്പെട്ട നമുക്ക് നാട്ടിലൊക്കെ കോക്ടെയിൽ വിഭാഗത്തിൽപ്പെട്ട വൈറ്റ് കളർ ബേർഡൊക്കെ കാണാൻ പറ്റത്തില്ലേ, അതിൻ്റെ വലിയ സൈസും അങ്ങനെയുള്ള 2-3 ഐറ്റം ഇവിടെ ഉണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ ബേർഡ്സിൻ്റെ അടുത്തൊക്കെ താല്പര്യമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറേ നേരം ഇവിടെ നിന്ന് തന്നെ കറങ്ങും. സോ ഭയങ്കര അട്രാക്റ്റീവാണ്. ബട്ട് നമുക്ക് ക്യാമറയിൽ അത്രത്തോളം, മൊബൈൽ ക്യാമറ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ബട്ട് അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഗ്രില്ലാണ് കാരണം. ഈ ഇടതൂർന്ന ഗ്രില്ലിൻ്റെ അഴികളിലൂടെ എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ബേർഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ താഴോട്ട് അടുത്ത് എന്താണെന്ന് അറിയത്തില്ല. താഴോട്ട് റോഡ് കിടക്കുവാണ്, മൂത്ത് പോകാൻ പോവാണ്. പിന്നെ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ നമ്മുടെ മലയാളീസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ആയതുകൊണ്ട് മലയാളി മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. അവിടെ വേറെ സ്റ്റേറ്റുകാരും ഉണ്ട്. അവിടെ നിന്നവരെല്ലാം ഞങ്ങൾ ബേർഡ്സിന് നോക്കിക്കൊണ്ട് നിന്നപ്പോഴും അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. അവിടെ വന്നവരെല്ലാം വേറെ ലാംഗ്വേജ്, ഐ തിങ്ക് ഹിന്ദിയാണെന്ന് തോന്നുന്നു. ഹിന്ദിയും പിന്നെ വേറെ ഭാഷകളൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് നിന്നത്. ദിസ് വേ, ഇതുവഴിയാണ്, പോയി നോക്കാം. ഇവിടെ ഹനുമാൻ കുരങ്ങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെക്ഷനാണിത്. ഞങ്ങൾക്ക് ഹനുമാൻ കുരങ്ങിനെ കാണാൻ സാധിക്കുന്നുണ്ട്, ബട്ട് എത്ര സൂം ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സോ ആ സെക്ഷൻ ഞങ്ങൾ വിട്ടു. അപ്പോൾ ഞങ്ങൾ അടുത്ത് പോകുന്നത്, ഞാൻ വിചാരിച്ചു ബേർഡ്സിൻ്റെ സെക്ഷൻ അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചു. ഇനി യമണ്ടൻ ബേർഡ്സ് വരുന്നത് ഇങ്ങോട്ടാണ്, അക്വാട്ടിക് ബേർഡ്സ് അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇത്രയും 2-3 വെറൈറ്റി ബേർഡ്സ് നമ്മളിപ്പോൾ കയറി, ഇനിയും കാണാനുണ്ട്, തീർന്നല്ല കാണാൻ. കയറിയെടുത്ത് തന്നെ ഒരു ഓളിൻ്റെ പിക്ചർ നമ്മൾ കാണിച്ചു തരുന്നില്ലേ, അതിന് ശേഷം ഉണ്ടായിരുന്നു വേറൊരു ഓൾ വിഭാഗത്തിൽപ്പെട്ട, മുങ്ങ വിഭാഗത്തിൽപ്പെട്ട ഒരു ബേർഡ് തന്നെയായിരുന്നു. ബട്ട് അത് മൊത്തം ഭയങ്കരമായിട്ട് ഗ്രില്ല് ചെയ്തിട്ടിരിക്കുമായിരുന്നു കൂട്. ഞങ്ങൾ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അതിനെ കണ്ടത്. ഇപ്പോൾ ക്യാമറയിൽ എടുക്കാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്. ഞാൻ ഈ ക്യാമറ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞങ്ങൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ക്യാമറയുടെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ DSLR ക്യാമറയുടെ കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്കെന്തായാലും നമ്മളാൽ കഴിയുന്നത് വരും. ഗൈസ്, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേർഡിന് ഇവിടെ 3-4 എണ്ണം ഉണ്ട്. ബട്ട് ഭയങ്കര റിസ്ക് എടുത്താൽ മാത്രമേ ഈ ക്യാമറയിൽ നമുക്കിത് പതിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടല്ലോ, ഭയങ്കര സിൻസിയറിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്, മനസ്സിലാകൂ. ഗൈസ്, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. നിങ്ങളാ കാണുന്നത് ആ ഒരു ബേർഡ് ഇടുന്ന കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എന്തുമാത്രം വലിയ കൂട്ടിലാണ് അവരതിനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം നമ്മൾ ഇത്രയും ബേർഡ്സിനെ കണ്ടതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു ബേർഡിനെ, നമ്മുടെ പിറകിൽ കാണുന്ന ഈ ഒരു ബേർഡിനെ മാത്രമാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഐറ്റം മാത്രമല്ല കേട്ടോ ഇതിനകത്തുള്ളത്. എനിക്ക് തോന്നുന്നു അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കൂടിൽ 2 ബേർഡ് എന്നുള്ള 2 തരത്തിലുള്ള ബേർഡിൻ്റെ കണക്കിൽ. അപ്പോൾ ബാക്കി ചെറിയ ബേർഡ്സ് ഉണ്ട്, അതിങ്ങനെ പറന്നുകൊണ്ട് നടക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ ചെറിയ കൊത്തുപിടിക്കലും അവരുടേതായ പരിപാടികളിൽ അവരിങ്ങനെ വ്യാപൃതരാണ്. കാരണം അവർക്ക് ഈ ടൂറിസ്റ്റേഴ്സ് നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ മലയാളികളുണ്ട്, വേറെ ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ബട്ട് നമ്മുടെ ഒന്നും ഈ ഒരു പ്രസൻസ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതാണ് നമുക്ക് അവരെ ശല്യപ്പെടുത്താൻ പറ്റുന്നില്ല, കൈപിടിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ശബ്ദം പോലും അവരുടെ അടുത്തേക്ക് എത്തത്തില്ല. അതാണ് മെയിൻ. അപ്പോൾ അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥ തകരാറിലാവാത്ത രീതിയിലാണ് ഈ സൂ, അല്ലെങ്കിൽ ഈ സൂവിൽ ഈ കൂടിൻ്റെ നിർമ്മാണം. ഈ കൂടിൻ്റെ മാത്രമല്ല അവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ഒരു ജീവികളെയും വിസിറ്റേഴ്സ് ശല്യം ചെയ്യാത്ത രീതിയിൽ, വിസിറ്റേഴ്സിൽ നിന്നും അവർക്ക് ഒരു തരത്തിലുള്ള ശല്യം ഉണ്ടാവാത്ത രീതിയിലാണ് ഇവിടെ ഓരോന്നിൻ്റെ നിർമ്മാണവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോർഡ് കാണാമല്ലോ. ഇവിടെ ഇപ്പോൾ ടോയ്ലറ്റ്, വിശ്രമ സ്ഥലം, അതാണ് ഈ ഭാഗത്ത്. ഇവിടെ വിശാലമായൊരു ടോയ്ലറ്റ് ഉണ്ട്, വാഷ്റൂം ഇവിടെ ഉണ്ട്, പിന്നെ വിശ്രമ സ്ഥലം. നമുക്ക് ഇത്രയും ഒരുപാട് നടന്നു വരാനുണ്ട് ഇപ്പോൾ. പക്ഷേ നമുക്ക് വലിയ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്, ഇവിടെ നടന്നു വരാൻ എനിക്ക് വലിയ ക്ഷീണം തോന്നിയില്ല.
ഇപ്പം വലിയ വിശ്രമത്തിൻ്റെ ആവശ്യമില്ല. ബട്ട് വെയിലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഉച്ച സമയമൊക്കെ ആയിരുന്നതിൽ ഇത്രയും നടന്നിരുന്ന ഉറപ്പായിട്ടും കട്ടയ്ക്ക് ക്ഷീണിച്ചേ. അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ തണലത്ത് റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വിഭാഗം കൊക്കുകളുടെ സെക്ഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള കൊക്കുണ്ട്. ഇപ്പോൾ ഇന്ന കൊക്കാണ് എന്ന് സെക്ഷൻ തിരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ കണ്ടതൊരു പെലിക്കൺ പക്ഷിയുടെ അതിവിദഗ്ധമായ നീരാട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ പച്ചപ്പിൻ്റെ ഇടയിലൂടെ പച്ചപ്പ് വെള്ളക്കെട്ടാണ്. ഈ പച്ചപ്പിൻ്റെ ഇടയിലൂടെ അതിങ്ങനെ നീന്തി അതിങ്ങനെ വരുന്നത് കാണാൻ നമ്മൾ ഈ വലിയ കായലിൽ ബോട്ട് വരുന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പെലിക്കൺ പക്ഷിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ ഇല്ലാതാവുമ്പോൾ ഈ ഹൃദയം പിളർന്നു കൊടുക്കുന്ന ഒരു പെലിക്കൺ പക്ഷി, നമ്മൾ അത് കഥകളിൽ കേൾക്കുന്നതാണ്. ആ പെലിക്കൺ പക്ഷിയാണ് നമ്മളിവിടെ കണ്ടത്. നമ്മളിവിടെ സൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ വെറും മൃഗങ്ങൾ മാത്രമല്ല, നമുക്ക് അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല നല്ല പ്ലേസ് ഇതിനകത്തുണ്ട്. ഇതൊരു കടവ് പോലെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഭാഗം. അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ താറാവുകളല്ലല്ലോ, സൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വെറൈറ്റി ബേഡ്സിനെയും ഇങ്ങനത്തെ അക്വാട്ടിക് ബേഡ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വെറൈറ്റി താറാവ്, വെറൈറ്റി ബേഡ്സ് അവരെല്ലാം ഈ ഒരു വെള്ളത്തിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ നീന്തി കളിക്കുന്നത്, അതുപോലെ വെറൈറ്റി ബേഡ്സ് ഇങ്ങനെ പറന്നുകൊണ്ട് നടക്കുന്നതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭയങ്കര ഒരു എനർജി കിട്ടുന്നൊരു പ്ലേസാണ്. അടിപൊളിയായിരുന്നു കേട്ടോ ഇവരോട്ടുള്ളൊരു എക്സ്പീരിയൻസ്. കൈ കാണിക്കുമ്പോൾ അതിന് എൻ്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ബട്ട് ആ കമ്പിയുടെ ഡിസ്റ്റൻസും നമുക്ക് അങ്ങോട്ട് ഒരുപാട് എത്താൻ പറ്റത്തില്ല. അതെല്ലാം ഡിസ്റ്റൻസും നമുക്ക് ഒരുപാട് അതിൻ്റെ അടുത്ത് കൈയൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് നല്ലത്. ഒരുപാട് അവരെ ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ലല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ മുൻപിലാണ്. നീർക്കുതിര അങ്ങനെ എങ്ങാണ്ട് ഒരു പേരൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് വെള്ളം കിട്ടാനുള്ള എങ്ങനെയാണെന്നാണ് ആ ടാങ്കിൽ നിന്നിട്ടാണ് ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം വരുന്നത്. ആ ടാങ്കിൽ നിന്നിട്ടാണ്. നമ്മളിവിടെ കാണുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മനോഹര കാഴ്ചയാണ് എനിക്ക് തോന്നുന്നു നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മൃഗത്തിനൊപ്പം കൊക്ക് ഒരുമിച്ച് ഓടി നടന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. റിയലായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയെന്ന് അറിയത്തില്ല. അത് അടിപൊളിയാണ്. അതിവിടെ നിന്ന് അറ്റത്തുനിന്നേ അത് കൂടെ പോവുകയാണ്. നമുക്കിവിടെ കുറേ ജിമ്മൻ ചേട്ടന്മാരെ കാണാൻ പറ്റും. അടിപൊളിയല്ലേ?
വേണ്ടിയിട്ട് നല്ലൊരു ഒറിജിനാലിറ്റി ഇല്ലേ, ദൂരെ നിന്ന് വരുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. നല്ലൊരു 3D പിക്ചർ പോലെയുണ്ട്, ഒറിജിനൽ സിംഹം ഇരിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൻ്റെ താഴെ എന്താ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കല്ല് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. സോ അവിടെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇതൊരു സൂചനയാണ്. നമുക്ക് ഈ ഇതിനടുത്ത് കാണുന്ന റോഡ് വഴി മുകളിലോട്ട് പോകാമെങ്കിൽ അവിടെയാണ് ഈ സിംഹം, കടുവ, പുള്ളിപ്പുലി ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാണുന്നത് മുകളിലോട്ടാണ്. അപ്പോൾ പിന്നെ ഇവിടെ വരുന്ന വഴിയിൽ വിഷമമുണ്ടായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടന്ന് വരുന്ന വഴിയിൽ ഞങ്ങൾ അമ്മയോട് നന്നാ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല മുട്ടുവേദനയുള്ളതാണ്. അപ്പോൾ അമ്മയും നടന്നു വന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല മുട്ടുവേദന എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇരിപ്പുണ്ട്. പിന്നെ രണ്ടാമത്തെ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടെല്ലാം ഞാൻ ചെരുപ്പില്ലാതെ വേണം ഇനിയുള്ള യാത്ര മൊത്തം നടന്നു പോകാനായിട്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നടന്നു പോകും ഗൈസ്. പിന്നെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഇനി പോകുന്ന ഈ ഒരു സെഗ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോയിലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാട്ടുരാജാവിനെ എല്ലാം നമ്മൾ ഇനിയാണ് കാണാനുള്ളത്. അതെല്ലാം കാണാൻ ഇനിയാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പാമ്പിൻ്റെ സെക്ഷൻ കയറിയിട്ടില്ല, ഓർക്കണം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ നഷ്ടമായിരിക്കും, ഞങ്ങൾക്കും നഷ്ടമായിരിക്കും. കാരണം ഞാൻ ചിരിപ്പെട്ടത് റിസ്ക് എടുത്താണ് ഗൈസ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നോടൊപ്പം വരിക. നമുക്ക് എന്തായാലും മുകളിലേക്ക് പോകാം. നമ്മളിവിടെ നിൽക്കുന്നത് ഒരു കടുവയുടെ മുൻപിലാണ്. പുള്ളി മെയിലാണ്, മനു എന്നാണ് പേര്. 2007 ഡേറ്റ് ഓഫ് ബർത്ത്. പുള്ളി ഇപ്പോൾ എണീറ്റാണ് ഇരിക്കുന്നത്. ബട്ട് ഇങ്ങോട്ടൊന്നും നടന്നും വരുന്നില്ല. കഴിച്ചിട്ട് ക്ഷീണിച്ച് കിടപ്പാൻ തോന്നുന്നു. ഇങ്ങോട്ട് എന്തായാലും വരുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കിയൊക്കെ നോക്കി, പക്ഷെ വരുന്നില്ല. ബട്ട് ആൾ ഉണർന്നാണ് കിടപ്പ്. ദേഹമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുവാണ്. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളക്കടുവയുടെ മുൻപിലാണ്. ബട്ട് പുള്ളിയും ഭയങ്കര ഉറക്കമാണ്, ഒരു രക്ഷയില്ല. എന്ത് ചെയ്തിട്ടും പുള്ളി എണീക്കുന്നില്ല, ഒരു രക്ഷയില്ല. വെള്ളക്കടുവയാണ്, വെറൈറ്റിയാണ്. ബട്ട് ഇങ്ങോട്ട് നടന്ന് വന്നിരുന്നേൽ നമുക്ക് നല്ല ഭംഗിയിൽ എടുക്കാമായിരുന്നു. ബട്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നില്ല. പുള്ളി അങ്ങ് ഒത്തിരി ഉള്ളിൽ കിടക്കുവാണ്, നല്ല ഉറക്കമാണ്, ഒരു രക്ഷയില്ല. നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് പോകും. അടുത്ത ആൾ ഉറക്കമാണ് കേട്ടോ. അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു വെള്ളക്കടുവയാണ്. പുള്ളിയും ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഈ ടൈം എന്ന് പറയുന്നത് അവരുടെ അവർ ഉറങ്ങുന്ന ടൈമാണെന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ വിസിറ്റേഴ്സിൻ്റെ തിരക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊന്നും അധികം പേരില്ല, 1-2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവരങ്ങോട്ട് മാറി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈമെന്ന് പറയുന്നത് അവരുടെ ഒരു മയങ്ങുന്ന ടൈമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഉറക്കമാണ്, എല്ലാവരും. ഒരാൾ മാത്രമേ എണീറ്റിരിപ്പുള്ളൂ. ഈ പ്ലേസ് ഇപ്പോൾ ഓപ്പൺ ആയതെന്നാണ് തോന്നുന്നു. ഇതിപ്പോൾ ഈ ബട്ടർഫ്ലൈ പാർക്ക് ഇപ്പോൾ ഞാൻ മുമ്പ് വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു, ഇതിപ്പോൾ വന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോഴേ നല്ല പൂക്കളുടെ ഒരു മണമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ സ്ഥിരം കാണുന്ന നമ്മുടെ നാടൻ പൂക്കളെന്ന് പറയില്ലേ, നമ്മുടെ പരിസരത്ത് മുമ്പുണ്ടായിരുന്ന ഇന്ന് കാണാൻ പറ്റാത്ത അത്തരത്തിലുള്ള പല പൂക്കളുമാണ് ഇവിടെ. നല്ല പൂക്കളുടെ ഒരു മണം നമുക്കിവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. ഒരു അടിപൊളിയാണെന്നും പറയാനില്ല, അടിപൊളിയാണ്. ഒരു പാലം പോലെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നൊരു ഭാഗം അടിപൊളിയാണ്. പിന്നെ ഈ ഒരു മണമാണെന്ന് തോന്നുന്നു ഇവിടെ ബട്ടർഫ്ലൈകൾ ആകർഷിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ടങ്ങനെ ബട്ടർഫ്ലൈ ഇല്ല, ബട്ട് നമുക്ക് തന്നെ ആ ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ട് പൂക്കളുടെ.
ഇതുവരെ കഷ്ടപ്പെട്ട് ചെരുപ്പിടാതെ നടന്ന് നമ്മൾ ഉരകങ്ങളുടെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ എൻട്രിയിലേക്ക് കിടക്കാം. നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് സ്നേക്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ AC ആണ്, AC ആണ്. റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൈത്തണാണ്. ലോങ്ങസ്റ്റ് സ്നേക്ക് ഇൻ വേൾഡ് ആണ് സംഭവം. അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലൊരിത് തോന്നുമായിരിക്കും. നമ്മൾ ഇപ്പോൾ കാണുന്നത് നമുക്ക് സാധാരണ നമ്മളെ കേട്ടുപരിചയമുള്ള സ്നേക്കാണ്. പെരുമ്പാമ്പ് സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിലെ കേട്ടുപരിചയമുള്ളതാണ്. ഇവിടെ നമുക്കിപ്പോൾ 2 എണ്ണം ഇതിനകത്ത് കാണാനായിട്ടുണ്ട്. ഉള്ളിലുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ ക്യാമറയിൽ കിട്ടാനാണെങ്കിൽ 2 എണ്ണേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് കയറുമ്പോൾ തന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇത് മൂർഖനാണ്. അത് മൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിലുള്ള കൂട് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മണ്ണിൽ. നമുക്ക് ഈ ബോർഡ് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ഈ സെക്ഷനിൽ കാണുന്നത് ആമകളെയും നീർക്കോലിയെയുമാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അവിടെ ഒരു ആമ നിൽക്കുന്നിടത്ത് 2 മുട്ട കാണുന്നുണ്ട്. ആമയുടേതായിരിക്കാനാണ് സാധ്യത. ഇവിടെ ഒത്തിരി ആമകൾ കാണാനുണ്ട് കേട്ടോ. അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും പോലെയാണോ ഒന്ന് നിൽക്കുന്നത്. ഇരുതല മൂരി ഇത് ആ കൂടിൻ്റെ അറ്റത്താണ് കിടക്കുന്നത്. ഗൈസ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. നമ്മളെ വീഡിയോയിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇരുതല മൂരിയാണ് ഇത്. ഇത് ചൂരലാമ. ഇച്ചിരി ദൂരെയാണ് കിടക്കുന്നത്. സൂം ചെയ്യുമ്പോൾ ബ്ലറാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പേര് ഫോറസ്റ്റൻ സ്നേക്ക് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കറക്റ്റായിട്ട് അറിയത്തില്ല എന്താണ് സംഭവം. ബട്ട് എന്തായാലും പാമ്പിനെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഈ ചെക്കിൻ്റെ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫീൽ ഉണ്ടാകുന്നത്, അതാണ് നമുക്ക് പുള്ളിക്കാരനെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. നല്ല ചെക്കായിട്ട് ഈ ചെസ്സ് കളിക്കും, അതിൻ്റെ കോളം കളിക്കുന്ന പോലെ. ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരുതരം ആമകളാണ്. സാധാരണ നമുക്ക് ഇവിടെയൊന്നും കാണാൻ പറ്റുന്ന ആളുകളല്ല ഇവർ, റെയറാണ്. പിന്നെ നമ്മളിപ്പോൾ ടോപ്പിൽ കാണുന്നത് ഇത് മറ്റേ ആമകളുടെ കൂട്ടത്തിൽ കിടക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഒരു പോത്തൻ പാവയും കാണാൻ പറ്റും. ആണ് കോമഡി പറഞ്ഞാണ്, പൈത്തനാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നക്ഷത്രാമകളുടെ സെക്ഷനാണ്. നമ്മുടെ പത്രത്തിൽ സ്ഥിരം വായിക്കാറുള്ളതാണ്. നക്ഷത്രാമയെ കടത്തി ലക്ഷങ്ങൾ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സംഭവം ഇവരാണ്. കാണാൻ കുഞ്ഞനാണ് കേട്ടോ. ഇവിടെയും പാമ്പിൻ്റെ സെക്ഷനാണ്. വില്ലൂന്നി, പൂച്ചക്കണ്ടം പാമ്പ്, നാഗത്താൻ പാമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2-3 പേര് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇവരെയൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയത്തില്ല. ഗൈസ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചേര. നമ്മുടെ നാട്ടിലെ സ്ഥിരം വില്ലൻ. എൻ്റെ വീട്ടിലും ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങളുടെ കിളികളെ ശല്യം ചെയ്യാറുള്ള വില്ലനാണ്. ചേരയാണ് ഈ കിടക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കോബ്ര മൂർഖനെയാണ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മുടെ ഇതിൽ വെച്ചിരിക്കുന്ന മരത്തിൻ്റെ അതേ കളറാണ് പുള്ളിക്കാരന്. ഗൈസ് അടുത്ത സെക്ഷനാണ്. നമ്മളല്ലേ ഈ കുഹി എന്താ നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെ നോക്കിയിരുന്നെന്ന് പറയുന്ന അനകോണ്ടയുടെ സെക്ഷനാണ്. ഇവിടെ നിന്ന് തിരക്കില്ല കേട്ടോ. ആളുകൾ നമ്മുടെ പിന്നിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊന്നും വലിയ തിരക്ക് കാണാനില്ല. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭീമാകാരനായിട്ട് തോന്നും. പുറത്തൊന്നും നോക്കിയാൽ അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സൈസാണ്. നമുക്കിവിടെ കാണുന്ന ഈ ഗ്രീൻ അനകോണ്ട എന്ന് പറയുന്നത് ഏകദേശം 6 മുതൽ 9 മീറ്റർ വരെ നീളമുള്ളവയാണ്. നമ്മൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സാധാരണ ബസ്, അതായത് ഒരു KSRTC ബസ് അല്ലെങ്കിൽ ഒരു വോൾവോ ബസ്സുമായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. കാരണം അത്രത്തോളം ഭയങ്കര ലെങ്ത് ആണ് ഇതിന്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ഭീകരമാണ് ആ ഒരു നീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഗൈസ് ഞങ്ങൾ ഈ വീഡിയോ 2-3 തവണ ഈ പിള്ളേരെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടു കാണും. ഇവർ ഞങ്ങളുടെ കൂടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങളുടെ കൂടെ പിന്നിലും ഞങ്ങളുടെ കൂടെ ഫ്രണ്ടിലുമായിട്ട് ഈ കുട്ടികളുണ്ടായിരുന്നു. അവിടെ വരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവർ സൂം മൊത്തം അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്ത കുട്ടികളാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണണം കേട്ടോ. അവർ കാണാമെന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓ ശരി ഗൈസ്, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ സ്നാക്സ് സെക്ഷനിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ഇരിക്കാനുള്ള ഒരു ചെടിയിരിക്കുന്ന ഭാഗത്ത് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ട്രിവാൻഡ്രം സൂ മുമ്പ് കണ്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കാരണം കാണുന്ന സുഹൃത്തുക്കൾക്കറിയാമല്ലോ, മുമ്പ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ കാണുന്നതായിട്ടുള്ള സുഹൃത്തുക്കൾക്കറിയാമല്ലോ. പിന്നെ അതുമാത്രമല്ല, അതിന് കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിയും ഇതിനേക്കാളും മാറ്റം വരും. കാരണം ഞങ്ങൾ വന്നപ്പോൾ നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കണ്ടിറങ്ങി ഈ ഗ്രീൻ അനോകോണ്ട സെക്ഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു സ്നേക്കിന് വേണ്ടിയാണെന്ന് തന്നെ തോന്നുന്നു. കാരണം സ്നേക്കിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കെട്ടിടം നല്ല ഒരു പണി ഇത് ഏകദേശം ഈ ഒരു കളറിലായിട്ട്, ഈ ഒരു ഗ്രീൻ കളറിൽ, ഒരു ഡാർക്ക് ഗ്രീൻ കളറിലായിട്ട് മറ്റൊരു കെട്ടിടം അതിമനോഹരമായിട്ട് അവർ പണിത് കൊണ്ടിരിക്കുകയാണ്. പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇവിടെ കാഴ്ചകളൊക്കെ അവസാനിച്ചു കിട്ടും. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള, പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ആർച്ച് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഞങ്ങളുടെ വീഡിയോ ഏകദേശം അല്ല, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പിന്നെ ഇവിടെ ട്രിവാൻഡ്രം സൂവിൽ ഈ സൂ മാത്രമല്ല, അനദർ മ്യൂസിയംസ് ഒരുപാടുണ്ട്. 2-3 മ്യൂസിയംസ് ഉണ്ട് കാണാനായിട്ട്. ബട്ട് അതൊന്നും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. കാണുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. സോ എന്തായാലും അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് ഞങ്ങളെ വീഡിയോയിൽ എടുത്തിരിക്കുന്നത് ഇവിടെ സൂവിലെ കാഴ്ചകൾ മാത്രമാണ്. അപ്പോൾ മറ്റൊരു ദിവസം വന്ന് മ്യൂസിയത്തിലെ കാഴ്ച ഞങ്ങൾ സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോയിൽ എടുക്കും. കാരണം ഓൾറെഡി ഈ വീഡിയോ ഇത്തിരി ലെങ്തിയാണ്. ബട്ട് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെറൈറ്റി കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ഇനിയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.